ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രൻ സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വേദയ്ക്ക് ലേബർ പെയിൻ ആയ കാരണം വേദയെ റൂമിലോട്ട് അഡ്മിറ്റ് ചെയ്യുകയാണ്. അതേസമയത്ത് വേദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. അതേസമയം തന്നെ രാധികയും ലേബർ പെയിനെ തുടർന്ന് രാധികയും വീട്ടിലോട്ട് കയറ്റുന്നുണ്ട്. പക്ഷേ രാധികയുടെ കുഞ്ഞിനെ മാത്രമേ ജീവനോടെ കിട്ടുന്നുള്ളായിരുന്നു. രാധിക ഓവറായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ് കാരണം രാധിക ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. കുഞ്ഞിനെ മാത്രമാണ് തൻ്റെ കയ്യിലോട്ട് സിസ്റ്റർ കൊണ്ട് കൊടുക്കുന്നത്. തൻ്റെ പ്രാണനായ രാധിക മരണപ്പെട്ട വിവരം തരുണിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. തരുണിൻ്റെ അമ്മയും തരുണും വളരെയധികം വിഷമിച്ചിരുന്നു. കാരണം ചോര കുഞ്ഞിനെ കയ്യിലോട്ട് കൊടുത്തതിന് ശേഷം രാധിക ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും വേദ അറിഞ്ഞിരുന്നില്ല. വേദ ഒരു പകുതി മയക്കത്തിലായിരുന്നു. തിരിച്ച് ഉറക്കമുണർന്ന് വേദ അറിയുന്നത് തൻ്റെ കൂടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ രാധികയുടെ മരണവിവരമായിരുന്നു. വേദ അറിയുന്നത് വേദ നോക്കുമ്പോൾ കുഞ്ഞ് കിടന്ന് നല്ല രീതിയിൽ കരയുന്നുണ്ടായിരുന്നു. തരുണിൻ്റെ അമ്മ കുഞ്ഞിനെ ഉറക്കാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കുഞ്ഞ് വിശന്നിട്ടാണ് കരയുന്നതെന്നുള്ളത്. ആ സമയം തരുണിൻ്റെ അമ്മയെടുത്ത് നിന്നിട്ട് വേദ സംസാരിക്കുന്നുണ്ട്. അമ്മേ, മോൾ വിശന്നിട്ടായിരിക്കും കരയുന്നത്, ഞാൻ മോൾക്ക് പാല് കൊടുക്കട്ടെ എന്ന് പറയും. അത് കേൾക്കുന്ന തരുണിൻ്റെ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തരുണിനും അതൊരു വിഷമമായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ തരുണിൻ്റെ അമ്മ വേദയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം കുഞ്ഞിന് പാല് കൊടുത്ത് വേദ ഉറക്കുന്നുണ്ട്. വേദയുടെ കുഞ്ഞിനെയും തരുണിൻ്റെ കുഞ്ഞിനെയും ഒരുപോലെ തന്നെയാണ് വേദ സ്നേഹിക്കുകയും പരിചരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ ആരും സഹായത്തിനില്ലാതിരുന്ന വേദയെ ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരുന്നത് തരുണിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ വേദയെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ തരുണിൻ്റെ അമ്മ തയ്യാറായിരുന്നില്ല. കാരണം വേദയുടെ സഹോദരൻ ശ്രീകാന്ത് അയച്ച ഗുണ്ടകളും വേദയെ അന്വേഷിച്ച് വേദ അഡ്മിറ്റായ ഹോസ്പിറ്റലിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. തരുണിൻ്റെ അമ്മയുടെ ആവശ്യപ്രകാരമാണ് ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ നിന്ന് വേദയുടെ പേര് മാറ്റി അവിടെ വേദയുടെ സുഹൃത്തിൻ്റെ പേര് എഴുതി ചേർത്ത് ശ്വേത എന്ന് അന്വേഷിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല എന്ന് തന്നെ അവർ പറയുമായിരുന്നു. കാരണം തരുൺ ഒരു DCP ആയതുകൊണ്ട് തന്നെ അയാൾക്ക് അതിന് കഴിയുമായിരുന്നു. അതിനുശേഷം തരുണും തരുണിൻ്റെ അമ്മയും രാധികയുടെ ആഗ്രഹം പോലെ തന്നെ ഇനി ഇവിടെ നിൽക്കേണ്ട, നമുക്ക് മോളുമായിട്ട് തിരികെ നാട്ടിലോട്ട് തന്നെ പോകാമെന്ന് തരുണൊരു തീരുമാനം എടുക്കുന്നു. തൻ്റെ രാധികയ്ക്കും അത് തന്നെയാണ് താല്പര്യം. ഈ ഒരു ചുറ്റുപാടിൽ ഒരിക്കലും തൻ്റെ മകൾ വളരരുത് എന്ന് തരുൺ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം തരുണിൻ്റെ അമ്മയ്ക്ക് വേദയെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ മനസ്സുണ്ടായിരുന്നില്ല. കാരണം ഒരു കൈക്കുഞ്ഞുമായിട്ട് വേദ ഡൽഹി നഗരത്തിൽ ഒറ്റപ്പെട്ട് പോകുന്ന ആ അമ്മയ്ക്ക് തോന്നിയിരുന്നു. അതിനുശേഷം തരുണിൻ്റെ അമ്മ തരുണിനോട് എല്ലാ കാര്യങ്ങളും വേദയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം വേദയെടുത്ത് ചെന്നിട്ട് തരുണിൻ്റെ അമ്മ പറയുന്നു, മോളെ, ഞങ്ങൾ നാട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് മോളെ ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. മോൾക്ക് സമ്മതമാണെങ്കിൽ മോൾ ഞങ്ങളുടെ കൂടെ നാട്ടിലോട്ട് വരണം. അവിടെ വന്നാൽ മോളെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മോളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ നിന്നെ മനസ്സ് അനുവദിക്കത്തില്ല. കാരണം ഞാൻ എന്നിൽ തന്നെയാണ് നിന്നെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിൻ്റെ സഹോദരനും ഗുണ്ടകളും നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളും കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ നിനക്ക് സഹായത്തിന് മറ്റാരും കാണത്തില്ല. നിൻ്റെ കൂട്ടുകാരിക്ക് ജോലിക്കൊക്കെ പോകേണ്ടതല്ലയോ എന്ന് പറയും. മോൾ ആലോചിച്ച് ഒരു തീരുമാനം പറഞ്ഞാൽ മതി, ഞാൻ തരുണിനോടെല്ലാം സംസാരിച്ചിട്ടുണ്ടെന്ന് പറയും. അത് കേൾക്കുന്ന വേദയ്ക്കും അതൊരു ശരിയായ തീരുമാനമായിട്ട് തോന്നിയിരുന്നു. കാരണം വേദ അവിടെ ഇനിയും ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞിനെയും മാത്രമല്ല വേദയ്ക്കും അത് അപകടം ഉണ്ടാക്കുമെന്ന് വേദ മനസ്സിലാക്കുന്നു. അങ്ങനെ വേദയും അവരുടെ കൂടെ നാട്ടിലോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അതിനുശേഷം തനിക്ക് എല്ലാ സഹായവും ചെയ്തു തന്ന് ഇത്രയും നാളും തൻ്റെ കൂടെ ഒരു വർഷക്കാലം തൻ്റെ കൂടെ ഒരു സഹോദരിയുടെ കണക്ക് നിന്നത് ശ്വേതയായിരുന്നു. അങ്ങനെ ശ്വേതയോട് വേദ യാത്ര പറയുകയാണ്. ശ്വേതയ്ക്ക് നല്ല വിഷമമുണ്ട്. എങ്കിലും തൻ്റെ സുഹൃത്തിൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടി ശ്വേത പറയുന്നുണ്ട്, നീ ഇപ്പോൾ തരുണിൻ്റെ അമ്മ പറയുന്നത് പോലെ അവരുടെ കൂടെ നാട്ടിലോട്ട് പോയാൽ മതി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നിൻ്റെ ജീവന് പോലും ആപത്താണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തരുണിൻ്റെ കൂടെ വേദ നാട്ടിലോട്ട് വരികയാണ്. അവരവിടെ ഒരു ക്വാർട്ടേഴ്സിലാണ് താമസം. അവിടെ വന്ന് അവിടെ തരുണിൻ്റെ അമ്മയും തരുണിൻ്റെ കുഞ്ഞും വേദയുടെ കുഞ്ഞുമായിട്ട് അവിടെ താമസം തുടങ്ങുകയാണ്. പക്ഷേ എല്ലാവരും കാണുമ്പോൾ തരുണും വേദയും ഭാര്യാഭർത്താക്കന്മാരായിട്ടും ഇരട്ട കുഞ്ഞുങ്ങളുമായിട്ടാണ് എല്ലാവരും കാണുന്നത്. 2 കൈക്കുഞ്ഞുങ്ങളാണല്ലോ, ഒരേ പ്രായത്തിലുള്ള 2 കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് വേദ അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം ആ കുഞ്ഞുങ്ങളെ നോക്കുന്നതും ഒരേപോലെ തന്നെയാണ് വേദ 2 കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത്. അത് കാണുന്ന തരുണിനും നല്ല സന്തോഷമാവുന്നുണ്ട്. കാരണം രാധികയുടെ ഒരു സ്നേഹവും പരിചരണവും എല്ലാം ആ കുഞ്ഞിന് വേദ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുന്ന തരുണിന് വേദയെ സഹായിക്കണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ വേദയോട് തരുൺ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ
ജില്ലാ ജഡ്ജിയുടെ മകളാണെന്നുള്ള കാര്യവും വേദ അഡ്വക്കേറ്റാണെന്നുള്ള കാര്യം തൻ്റെ സഹോദരൻ ശ്രീകാന്ത് സ്വത്തിനും പണത്തിനും വേണ്ടി തൻ്റെ ജീവൻ എടുക്കാൻ നടക്കുന്ന കാര്യവും എല്ലാം ചെയ്യാത്ത തെറ്റിന് തൻ്റെ ഭർത്താവ് ജയിലഴിക്കുള്ളിലാണെന്നുള്ള എല്ലാ സത്യങ്ങളും വേദ തരുണിനോട് പറയുന്നുണ്ടായിരുന്നു. വേദയുടെ കഥയെല്ലാം കേൾക്കുന്ന തരുണിന് വേദയെ സഹായിക്കണമെന്ന് തന്നെ തോന്നുന്നു. എന്തായാലും ഞാൻ കേസിനെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചതിന് ശേഷം തനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും തനിക്കും വിക്രത്തിനും ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് തരുൺ വേദയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം കമലമ്മയ്ക്ക് അസുഖം കൂടി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ശ്വാസം മുട്ട് വളരെ കൂടുതലാണ്. അങ്ങനെ വിശ്വത്തെയും വിനായകനെയും എല്ലാം ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു വരുന്നുണ്ട്. നന്ദിനിയും ശ്രീജയും എല്ലാം ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് അസുഖം സീരിയസ് ആയതിനെ തുടർന്ന് കമലമ്മ മരണപ്പെടുകയാണ്. അതിനുശേഷം മാഷ് വളരെ വിഷമത്തിൽ, മാഷിന് ആരും ഇല്ലാത്തൊരവസ്ഥയിൽ പോവുകയാണ്. അങ്ങനെ കമലമ്മയുടെ മരണത്തിന് ശേഷം കമല പറഞ്ഞ എല്ലാ കാര്യങ്ങളും മാഷ് ഓർക്കുകയാണ്. തൻ്റെ മരണശേഷം മാഷ് ഒരിക്കലും ഒറ്റയ്ക്ക് താമസിക്കരുത്, വിശ്വത്തിൻ്റെ കൂടെ താമസിക്കണമെന്നും തൻ്റെ ചിതാഭസ്മം കടലിൽ ഒഴുക്കുന്നതിന് മുമ്പ് വിക്രവും വേദ ഒന്നിച്ച് വേണം ആ കർമ്മം ചെയ്യാനെന്നുള്ള കാര്യങ്ങളൊക്കെ മാഷ് ഓർക്കുകയാണ്. അങ്ങനെ വിശ്വവും ശ്രീജയും ചേർന്ന് മാഷിനെ അവരുടെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അതേസമയം തന്നെയാണ് വിക്രത്തിനെ എങ്ങനെയും രക്ഷിക്കണമെന്ന് കരുതി നമ്മുടെ ജഡ്ജി പദവി ഉപേക്ഷിച്ച് വക്കീൽ കോട്ടിടുന്നത്. പക്ഷേ നമ്മുടെ വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെയാണ് പുതിയ DCP ആയിട്ട് നാട്ടിൽ തരുൺ എസ് അയ്യർ ചാർജ് എടുക്കുന്നത്. അങ്ങനെ ചാർജ് എടുത്തതിന് ശേഷം DCPയുടെ മുന്നിൽ ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. പക്ഷേ അതിനകത്ത് അദ്ദേഹം തിരയുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ കേസായിരുന്നു. ആ വിക്രത്തിൻ്റെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്, അതെല്ലാം പഠിക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് അനിയൻകുട്ടൻ്റെയും പുളിക്കൻ്റെയും ഒക്കെ മരണത്തിന് പിന്നിൽ, വരുണിൻ്റെയൊക്കെ മരണത്തിന് പിന്നിൽ വിക്രമാണെന്നാണ്. എല്ലാ തെളിവുകളും അയാൾക്കെതിരെയാണ് ചുമത്തിയിരിക്കുന്നതെന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കള്ളത്തെളിവുകളാണെന്നുള്ളത് അന്വേഷിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അങ്ങനെ വിക്രത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായിട്ട് തരുൺ തീരുമാനിക്കുകയാണ്. അങ്ങനെ തരുൺ വേദയുടെ വീട്ടിലും വിക്രത്തിൻ്റെ വീട്ടിലും അന്വേഷണം നടത്തുന്നുണ്ട്. അതിൽ നിന്ന് തരുണിന് മനസ്സിലാവുന്നുണ്ട് വിക്രം നിരപരാധിയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇതിനകത്ത് വില്ലൻ വേദയുടെ സഹോദരൻ ശ്രീകാന്താണെന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വിക്രത്തിൻ്റെ വീട്ടിലെത്തി വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്ന തരുണിന് കിട്ടുന്ന വിവരം കമലമ്മ മരിച്ചുപോയ കാര്യവും ഇപ്പോൾ മാഷ് മൂത്ത മകനായ വിശ്വത്തിൻ്റെ കൂടാണ് താമസം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നെ മനസ്സിലാക്കുന്നു. അതിനുശേഷം പിന്നെ അന്വേഷിക്കുന്നത് വേദയുടെ വീട്ടിലാണ്. വേദയുടെ വീട്ടിൽ വേദയുടെ സഹോദരൻ മറ്റൊരു വീട്ടിൽ താമസമാണ്. വേദ അവിടുന്ന് പോയതിന് ശേഷം വളരെ ഒരു വിഷമിക്കുന്ന ഒരു അവസ്ഥയിലാണ് വീട്ടിലെല്ലാവരും. വേദയെ അന്വേഷിച്ചാണ് എല്ലാവരും നടക്കുന്നതെന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടി ജഡ്ജി പദവി രാജിവെച്ചിട്ട് വക്കീൽ കോട്ട് ഇട്ട് കേസിന് വേണ്ടി അപ്പീൽ ചെയ്തിരിക്കുന്ന കാര്യമൊക്കെ തരുണിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം വീട്ടിൽ വന്ന് വേദയെടുത്ത് പറയുന്നുണ്ട്. തൻ്റെ അച്ഛൻ വിക്രത്തിനെ രക്ഷിക്കാനായിട്ട് കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. തൻ്റെ അച്ഛനാണ് വിക്രത്തിന് വേണ്ടി വാദിക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് തൻ്റെ സഹോദരൻ ശ്രീകാന്തിൻ്റെ ഭാര്യയുടെ സഹോദരനായ ദർശനാണെന്ന് പറയും. അതേ ദർശനാണ് ഈ കേസിന് വിക്രത്തിനെതിരെ നിൽക്കുന്നത്. ദർശൻ ഒരു നല്ല ക്യാരക്ടറായിരുന്നു. പക്ഷേ എൻ്റെ ചേട്ടൻ ശ്രീകാന്ത് എല്ലാ തെളിവുകളും വിക്രത്തിനെതിരെയാക്കി. അതുകൊണ്ട് തന്നെ ദർശൻ്റെ അച്ഛൻ ചന്ദ്രശേഖരൻ്റെ മരണത്തിൽ ഒരിക്കലും എൻ്റെ വിക്രത്തിന് പങ്കില്ല. ആ കൊലപാതകം ചെയ്തതും അയാളാണ്. ഒരു തെറ്റിദ്ധാരണയുടെ കള്ളത്തെളിവുകളുടെയും പുറത്താണ് എൻ്റെ വിക്രം ജയിലിലായിരിക്കുന്നതെന്നൊക്കെ DCPയോട് പറയും. അങ്ങനെ കേസ് അന്വേഷിക്കുന്ന സമയത്ത് വിക്രം ആ സമയത്ത് ഇടുക്കി രാജാക്കാട് വേദയായിട്ട് താമസിച്ച കാര്യങ്ങളെക്കുറിച്ചും അവിടെ സേതുവും അങ്ങനെ അച്ഛൻ്റെ കാര്യവും എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ആ കേസ് ഹിസ്റ്ററിയൊക്കെ പഠിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ തരുൺ വേദയോട് പറയുന്നുണ്ട് അന്ന് അനിയൻകുട്ടൻ്റെ മരണത്തിന് കാരണം ചന്ദ്രശേഖരനാണ്. ആ സമയത്ത് ചന്ദ്രശേഖരനാണ് അനിയൻകുട്ടനെ വെടിവെക്കുന്നത്. പക്ഷേ ചന്ദ്രശേഖരൻ്റെ മരണത്തിന് പിന്നിൽ വിക്രമാണെന്നാണ് കേസിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ശ്രീകാന്താണെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. പക്ഷേ തെളിവുകളെല്ലാം അയാൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ശ്രീകാന്തിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കണമെന്ന് പറയും. അപ്പോൾ വേദ പറയും ശ്രീകാന്തിനെതിരെയുള്ള കുറച്ച് തെളിവുകൾ എൻ്റെ പക്കലുണ്ടെന്ന് പറയും. അത് അന്ന് ഒരു പക്ഷേ വേദ അന്ന് കോടതിയിൽ വന്ന സത്യങ്ങളെല്ലാം പറഞ്ഞിരുന്നുണ്ടെങ്കിൽ വിക്രത്തിന് ഇപ്പോൾ ഈ ഒരു ജയിൽവാസം അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു എന്ന് തരുൺ വേദയോട് പറയുന്നുണ്ട്. സാർ, ഞാൻ അന്ന്
നേരെ വന്നത് കോടതിയിലോട്ടാണ്. പക്ഷേ അവിടെ എൻ്റെ വിക്രത്തിനെ വിലം കാണിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. ദർശനും ആ സമയത്ത് അവിടെ വന്നിരുന്നു. പക്ഷേ എൻ്റെ ചേട്ടൻ ദർശനോട് ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് ദർശനെ അദ്ദേഹത്തിൻ്റെ ഭാഗത്താക്കി വിക്രത്തിനെ എതിരാക്കിയെന്ന് പറയും. ആ സമയത്ത് ഞാൻ അവിടെ വന്ന് കോടതി സത്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തിറങ്ങുന്ന എന്നെയും അയാൾ കൊലപ്പെടുത്തിയേനെ. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഇത്രയും നാളും എല്ലാം സഹിച്ചത്. എൻ്റെ കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം ഞാൻ അയാൾക്കെതിരെ പൊരുതാനാണ് തീരുമാനിച്ചത്. ഇനി എനിക്ക് എന്തിനും ഒരു ധൈര്യം വന്നു എന്നൊക്കെ വേദ നമ്മുടെ തരുണിനോട് പറയുന്നുണ്ട്. അങ്ങനെ വിക്രത്തിന് അനുകൂലമായ കുറച്ച് തെളിവുകളെല്ലാം നമ്മുടെ വേദ കളക്ട് ചെയ്തിരുന്നത് തരുണിനെ കാണിക്കുകയാണ്. ആ തെളിവ് മറ്റൊന്നുമായിരുന്നില്ല. ഓർമ്മ തിരിച്ചു കിട്ടിയതിന് ശേഷം വിക്രത്തോടും വേദയോടും അനിയൻകുട്ടൻ ആദ്യം പറഞ്ഞ കാര്യം പുളിക്കൻ്റെ മരണത്തിന് പിന്നിൽ ശ്രീകാന്താണ്. ശ്രീകാന്ത് പുളിക്കനെ കുത്തി കൊലപ്പെടുത്തുന്നത് താൻ നേരിട്ട് കണ്ടെന്നുള്ള കാര്യം വേദയോടും വിക്രത്തോടും അനിയൻകുട്ടൻ പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ തരുണിന് വേദ കൈമാറുന്നത്. ഇത് കാണുന്ന തരുൺ പറയും, ഇത്രയും ശക്തമായൊരു തെളിവ് ശ്രീകാന്തിനെതിരെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾക്ക് വിക്രത്തിനെ പുറത്തെടുക്കാൻ കഴിയും. താൻ വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വിക്രത്തിനെ ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും എന്ന് പറയും. താൻ ഇത്രയും നാളും എൻ്റെ കുഞ്ഞിന് ഒരമ്മയുടെ സ്നേഹം നൽകി എൻ്റെ കുഞ്ഞിനെ പരിചരിച്ചതിനുള്ള ഒരു സ്നേഹമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി എന്ന് പറയും. ഇനി എന്തിനും ഏതിനും തൻ്റെയും വിക്രത്തിൻ്റെയും കൂടെ ഒരു നല്ല സുഹൃത്തായിട്ട് ഞാൻ എന്നും തൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയും. ഇത് കേൾക്കുന്ന വേദയ്ക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. തന്നെ സഹായിക്കാൻ ഒരാളും കൂടി ഉണ്ടെന്നുള്ള ഒരു സന്തോഷം വേദയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.